ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു മെത്തര ജ്യൂസിൻ്റെ റെസിപ്പി ഞാൻ നോക്കാം. മെത്തര ജ്യൂസ് അതല്ലെങ്കിൽ മെത്തര കഞ്ഞിണ്ടും ചൊല്ലാം. അപ്പോൾ മെത്തര ജ്യൂസ് കൊള്ളുമ്പോൾ ഇത് കയ്പ എവിടെയും വരയ്ക്കണ്ട, തെല്ലും കയ്പുള്ളൂ. നല്ല ടേസ്റ്റ് ആയിട്ട് നിങ്ങൾ ഉറക്കാക്കിയെങ്കിൽ പിന്നെ ആക്കുവാർ അത്ര ടേസ്റ്റ് ആയിട്ടില്ല. അങ്ങനത്തെ ഒരു കഞ്ഞി ഇത് നല്ല ടേസ്റ്റ് ആയിട്ട് എന്തായാലും നിങ്ങൾ ഉറക്കാക്കി നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ഇതെങ്ങനെ ആക്കണേ ഞാൻ നോക്കി. ഇപ്പോൾ ചുമ സമയത്ത് ഞാൻ വീഡിയോസ് എല്ലാം ഇട്ടിട്ട് റായത്ത് പോയിട്ട് രണ്ട് തിങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കണ്ട് വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ വന്നിട്ട് കുറേ നാളായിട്ട് ഇപ്പോൾ ഇൻഷാല്ല ഇന്ന് വീഡിയോ ഇടണമെന്ന് വിചാരിக்கிறேன். അപ്പോൾ ഞങ്ങൾ ഇത് എങ്ങനെ ആക്കണേ നോക്കിതാ. ഒരു പിടി അരി എടുത്തേ ഞാൻ. അരി ഞങ്ങൾ ഏത് അരിയാവോ, ചോറാക്കടെ ഉറുപ്പിലരിയും അതല്ലെങ്കിൽ പച്ചരി നെയ്ച്ചോറരി ഏതും ആവോ. ഞാനെടുത്തത് ചോറാക്കടെ അരി ഏതോ ചോറാക്കടെ അരി കണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബേപ്പട്ടുമ്പോൾ തെല്ലൊരു 2-3 വിസിൽ ഏറെ വേണം, ഒരു 2 വിസിൽ ഏറെ വേണമോ. അപ്പോൾ ഇതാ ഒരു പിടി അരി എടുത്താൽ ഒരു പിടി മെത്തന ഞങ്ങൾ രണ്ടും ഒരേ അളവിൽ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക. അതല്ലെങ്കിൽ അരി ഒരു തെല്ലിയാറും മെത്തത്തിൽ കുരടിയാക്കി എടുക്കണമെങ്കിൽ അതുമോ. ഇതിപ്പോൾ ഒരു 2 ഗ്ലാസ്സുള്ളത് ഞാനിവിടെ കഞ്ഞിക്കുള്ളത് എടുത്തേ. നിങ്ങൾക്ക് ഏറെ വേണമെങ്കിൽ ഏറെ നിങ്ങൾ അരി മെത്തെല്ലാം ഏറെ എടുത്തെങ്കിട്ട് അത് ചന്ത കലക്കിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തേ. ഇനിയിപ്പോൾ ഞങ്ങൾ ബേനത്ര തണ്ണി വിറ്റിട്ട് ഞങ്ങൾ ഇതൊന്ന് ബേപ്പായിട്ട് എടുത്തെങ്കിത്തോ 4-5 വിസിലെല്ലാം ബേനാവും നോക്കിയുള്ളൂ. അപ്പോൾ ഇതുകൂടെ വേവട്ടെ. ഇത് പെത്തെങ്കും കുടിക്കുക നക്ക് ഞാൻ ചെറിയ മൂല പെത്തപ്പം ഞാനിവിടെ നന്നിട്ട് നിൻ്റെ ഇത്തുണ്ടല്ലോ എനിക്ക് ഒരു 3-4 ഈ ഒരു കഞ്ഞിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇഷ്ടത്തിൽ കുടിച്ചൊരു ജ്യൂസ് ആയിട്ട് ഈ ഒരു ജ്യൂസ് ഞങ്ങൾ പെത്തപ്പോൾ കുറേ ടൈപ്പ് മരുന്നെല്ലാം തണ്ടാറല്ലേ. അപ്പോൾ എല്ലാം ഞങ്ങൾക്ക് അത്ര ഇഷ്ടമാവില്ല. അപ്പോൾ ഇത് എനിക്ക് നല്ല ഇഷ്ടത്തിൽ ഞാൻ കുടിച്ചൊരു ജ്യൂസ്. പിന്നെ ഞാൻ ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആക്കി കുടിക്കൊരു ജ്യൂസ് ആയിട്ട് ഈ ഒരു ജ്യൂസ്. പിന്നെ ഈ തിങ്ങലെല്ലാം ഞങ്ങൾ കുടിച്ചെങ്കിൽ നല്ല ചെന്ന് നിങ്ങൾ ആട്ടി തിങ്ങലെല്ലാം ഇങ്ങനത്തെതെല്ലാം ഹെൽത്തിಗೆ നല്ല ആട്ടി ತಿಂತಾನು ಗೊತ್ತಿಲ್ಲ ಯಾರು ഇങ്ങനത്തെതെല്ലാം കുടിക്കരി കേരളത്തിൽ ಯಾರ കുടിക്കരി ഇങ്ങനത്തെതെല്ലാം മെത്തര കഞ്ഞി മെത്തര മരുന്ന് അങ്ങനത്തെതെല്ലാം. അപ്പോൾ ഇതുകൂടെ വെന്തിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഇതാ മിക്സി ജാറിಗೆ ഇട്ട് കൊടുത്തേ. തേങ്ങ പിന്നെ ഒരു കടി തേങ്ങ എടുത്തേ. പിന്നെ ചക്കര ഒന്ന് പൊടിച്ചെടുക്കണം. അത് ഞങ്ങൾ തേങ്ങ ചക്കര എല്ലാം ഇട്ടിട്ട് ഒന്ന് ചൂട് പോകണം. ആ ചൂടോടെ മിറ്റടിക്കണ്ട, മേൽക്ക് തെറിക്കും. അപ്പോൾ തണ്ണി ഇതപ്പോൾ സ്റ്റില്ലിൽ തണ്ണി വിറ്റ് കൊടുത്തത്. പക്ഷേ കഞ്ഞിൽ ഞങ്ങൾ തണ്ണി ഉണ്ടെങ്കിൽ വേറെ തണ്ണി വേണിട്ടില്ല. അപ്പോൾ ഒന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുക്കുമ്പോൾ ചുമ നൈസ് അവിടെ എല്ലാം ജസ്റ്റ് ഒന്നെങ്കിൽ ഇങ്ങനെ പൾസ് മോഡലിട്ട് അടിക്കലല്ല, അതുപോലെ അടിച്ചെടുത്തെങ്കിട്ട്. പക്ഷേ നിങ്ങൾ അവർ തേങ്ങ മെത്തല ഞങ്ങൾ ഇങ്ങനെ തെൽ കടിക്കോക്കിട്ടുണ്ട് അതുപോലെ അടിച്ചെടുത്തെങ്കിട്ട് ചുമ നൈസ് ആക്കേണ്ടതാ. ഇതുപോലെ അടിച്ചെടുത്തത്. പിന്നെ ചുമ ലൂസ് ആക്കുകയും തീരാ, ചുമ ഗട്ടിയും വേണം നോക്കിയുള്ളൂ നിങ്ങൾ. അപ്പോൾ ഇതാ നിങ്ങൾ മെത്തല ജ്യൂസ് അതെല്ലാം കഞ്ഞിയോടെ റെഡി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു ചെറിയ ചൂടോടെ നിങ്ങൾ കുടിക്കണോ. അടിച്ചിട്ട് കുറേ നേരം ബേക്കറി പിന്നെ കുടിക്കണം അങ്ങനെയല്ല. അടിച്ചപ്പമേ ഞങ്ങൾ ഇത് കുടിച്ചെങ്കിട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് മധുരമെല്ലാം നോക്കിയിട്ട് ബേനായ പോലെ മധുരം ഇട്ടുള്ളൂ. പിന്നെ ബേനും കണ്ടെങ്കിൽ ഉപ്പ് ബേനെങ്കിൽ നോക്കിയിട്ട് ടേസ്റ്റ് കുറവുണ്ടെങ്കിൽ തന്നെ ഉപ്പ് ബേനെങ്കിൽ ഇട്ടുള്ള തെല്ല് ഞങ്ങൾ ചക്കരയിൽ ചെറിയൊരു ഉപ്പിടെ അംശം ഇക്കറ്. അപ്പം നോക്കിയിട്ട് അത് ബേനെങ്കിൽ ഇട്ടെങ്കിട്ട് അപ്പോൾ നോക്കിയാറല്ലേ എല്ലാവരും ട്രൈ ആക്കി നോക്കുന്ന ചെന്ന പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമോ. നല്ല ടേസ്റ്റ് ആയിട്ട് ഈ ഒരു റെസിപ്പി ഞാൻ കുറേ മുന്നോളം വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആക്കി നോക്കറോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കറോ, അതേപോലെ കമൻറ്റ് ആക്കറോ. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സുകൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കറോ.